താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഇന്നത്തെ വചനം ദൈവം അനുഗ്രഹിച്ചു തരാൻ പോകുന്നതിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഈശ്വർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 2 രാജാക്കന്മാർ, സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 6 ആണ് വായിക്കുന്നത്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇത് ആക്ച്വലി ഞാൻ വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടിയും നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ മനസ്സിലാക്കുക. നമുക്കത് വായിക്കാം. സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 6 8 തൊട്ടാ വായിക്കുന്നത്. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. അപ്പം ദൈവമക്കളോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോട് ശത്രു രാജാവ് പാളയം ഇറങ്ങി അവരെ യുദ്ധത്തിൽ നേരിടാനായിട്ട് ആലോചന കഴിക്കുക. അപ്പൊ എന്താ ദൈവം ചെയ്യുന്നതെന്ന് നോക്കിയേ. എന്നാൽ ദൈവപുരുഷൻ, അതായത് എലീശയുടെ കാര്യമാണ്, ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. അപ്പം ശത്രു ദൈവമക്കളോട് യുദ്ധം ചെയ്യാൻ വരുന്നതിനെ ഓൾറെഡി മനസ്സിലാക്കിയ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. ഓക്കെ, 10-ാം വാക്യം. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. അപ്പൊ അങ്ങനെയെല്ലാം ഇസ്രായേൽ രാജാവിനെ തന്നെ രക്ഷിക്കാൻ പറ്റി. 11. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ അരാം രാജാവ്, ശത്രു രാജാവ് എന്ത് വിചാരിച്ചു? അവരുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, അതായത് അവർ പോയി നമ്മൾ എന്താ പറയുന്നത് അവിടെ പറയുവാണെന്ന്. ആക്ച്വലി അങ്ങനെയല്ല സംഭവിക്കുന്നത്. ദൈവത്തിന്റെ മകൻ, ദൈവപുരുഷനായ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പറയുമായിരുന്നു ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി പറയുക. 12. അവന്റെ പുത്രന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവെ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകന എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ. അപ്പൊ രാജാവ് വിചാരിച്ചു, എലീശ എന്ന് ശരി അങ്ങ് കൊന്നു കളഞ്ഞാൽ ചിലപ്പോൾ ഈ കാര്യം അവസാനിക്കുമെന്ന്. കാര്യം അങ്ങനെയല്ല. 13. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളെയും രഥങ്ങളുമായി അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ആപ്ലിക്കേഷൻ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമേറിയ ഘട്ടങ്ങൾ ആക്ച്വലി അതിൻ്റെ ഒറിജിൻ സാത്താനിൽ നിന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ നേരിടും എന്നാണ് ഞാൻ ഈ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം എലീശ പ്രവചകന്റെ പിടിക്കാനായിട്ട് വലിയ രഥങ്ങളെയും കുതിരകളെയും ശക്തിയുള്ള സൈന്യത്തെ അയച്ചെന്ന് രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. 15. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ബാല്യക്കാരന് യജമാന്റെ അത്രയും വിശ്വാസമില്ല. അവൻ പറഞ്ഞു, പേടിച്ചുപോയി. 16-ാം വാക്യം. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ബാല്യക്കാരൻ നോക്കുമ്പോഴെന്തോ ആകെപ്പാടെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാല്യക്കാരനും പ്രവാചകനേ ഉള്ളൂ. പക്ഷെ ബാല്യക്കാരനോട് പ്രവാചകൻ പറയും, നമ്മോട് കൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ വിചാരിച്ചത്. എന്നോട് തന്നെ, ഞാൻ എൻ്റെ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് വേണ്ടി തന്നെ ആണെങ്കിലും വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കും. ദിസ് ഇസ് വൺ പ്രയർ വിച്ച് വി ക്യാൻ പ്രേ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവന്റെ കണ്ണ് തുറക്കണമേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, കർത്താവ് തുറന്നാൽ മാത്രമേ നമ്മുടെ കണ്ണുകൾ തുറക്കുള്ളൂ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തുറക്കും, കണ്ണ് തുറന്നു.
ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും മല നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു. എന്തൊരു സൈറ്റാ അത്! ചിന്തിക്കാൻ പോലും വയ്യ. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും മല നിറഞ്ഞിരിക്കുന്നവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത കാര്യം, എലീശ അടുത്തൊരു കാര്യം. ഫസ്റ്റ് കാര്യം, പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ കർത്താവേ എന്റെ കണ്ണ് തുറക്കണമേ, അങ്ങയുടെ വചനം മനസ്സിലാക്കുവാൻ എന്നെ ഇടയാക്കണമേ, അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം. എനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കർത്താവ് കണ്ണ് തുറക്കും. അത് കഴിഞ്ഞ് അടുത്ത കാര്യം വരുക. അടുത്ത കാര്യം എന്തുവാ? 18 അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ. പക്ഷെ പ്രോബ്ലം മാറിയില്ല. അവരവന്റെ അടുക്കൽ വരുക. അപ്പം എലീശ എന്തുവാ? അവർക്ക് അന്ധത പിടിപ്പിക്കണമേ. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവീൻ. അപ്പം ഇവർക്ക് ഒരു പാർഷ്യലായിട്ടുള്ള അന്ധതയാ. കാരണം അവർക്ക് എലീശയുടെ കൂടെ പോകാൻ പറ്റും. നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ, യഹോവേ കാണത്തക്കോണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യരുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട്, എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ, ഞാൻ അവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. ആർക്ക് വേണ്ടിയാ? ശത്രുക്കൾക്ക് വേണ്ടിയാ. വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നേയില്ല. ഞാൻ ഓർക്കുമായിരുന്നു, എത്ര വലിയൊരു കാര്യമാണ് സംഭവിച്ചത്. അതിനകത്തുനിന്ന് ഞാൻ എപ്പോഴും ഞാൻ ആക്ച്വലി ചിന്തിക്കുന്ന ഒരു കർത്താവെ, ഒരു കാര്യമാണ്, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഈ സന്ദർഭത്തിൽ യഹോവ എത്ര വലിയവന്! എൻ്റെ ഈ പ്രയാസഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, അഗ്നി അഗ്നി കൊണ്ടുള്ള രഥങ്ങളും കുതിരകളും ഉള്ള അതുപോലെ ആ ദൈവമാണ്. അന്ധത പിടിപ്പിക്കാൻ പറ്റുന്ന ദൈവമാണ്. കണ്ണ് തുറക്കാൻ പറ്റുന്ന ദൈവമാണ്. ഈ ദൈവത്തെ ഒന്നുകൂടി മനസ്സിലാക്കാനാണല്ലോ അങ്ങ് ഈ പ്രയാസം അനുവദിച്ചത് എന്ന് ചിന്തിക്കുമായിരുന്നു. ഞാൻ കുറച്ച് 5-6 വാക്യങ്ങൾ മാത്രം വായിച്ച് ഈ ഭാഗം അവസാനിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഒരു ഭാഗം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വായിക്കാം. എന്തൊക്കെയാ നമ്മുടെ കണ്ണുകൾ തുറന്ന് കാണേണ്ടതെന്ന്. അതിനു മുമ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾ നോക്കണം. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവര് സ്ഥലത്ത് ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. ബിൽഡിംഗ് നോക്കുന്ന ആള് അവധിയിലായിരുന്നു. വീട്ടില് ഹെൽപ്പ് ചെയ്യുന്ന സഹോദരി പിന്നെയും അവധി എടുക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് കുറേ മാസങ്ങളായിട്ട്, കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ലായിരുന്നു. എൻ്റെ ഡോക്ടർ ഐവിൻ ഞാനും പല പ്രാവശ്യവും തനിയേ ഉള്ളു ഞങ്ങളുടെ ജോലി ചെയ്യാനായിട്ട്. ഒത്തിരി ജോലികളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ദൈവത്തിന്റെ അതിശയമായിട്ടുള്ള പ്രൊവിഷൻസ് കണ്ടു. ദൈവം ജോലി എളുപ്പമാക്കി തന്നു. ഞാൻ തന്നെ ആലോചിക്കുമായിരുന്നു, ഇന്നലെ എനിക്ക് ആക്ച്വലി സർജറിയും പേഷ്യൻസും നോക്കണം, എമർജൻസി സർജറി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പേഷ്യൻസിനെ OP പേഷ്യൻസിനെ ദൈവം അങ്ങ് കുറച്ച് തന്നു. അതിന്റെ തലേ ദിവസം അതിന്റെ ഇരട്ടി പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ ഒരു സർജറി ചെയ്യേണ്ട സമയത്ത് അത്രയും പേഷ്യൻസിനെ ദൈവം കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് ഒരു പ്രയാസം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ ഓർക്കുമായിരുന്നു, പലപ്പോഴും എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതെ വണ്ണം പല ഇൽനെസ്സസ് ഉണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത്രയും പ്രയാസങ്ങൾ ഉള്ള സമയത്ത് ഹെൽപ്പിന് ആളില്ലാത്തപ്പോൾ ദൈവം പെർഫെക്റ്റ് ഹെൽത്ത് എനിക്ക് തന്നു. ഒരു പ്രയാസം ഇല്ലാതെ ചെയ്യാനായിട്ട്. അപ്പൊ ദൈവം ജോലികളെ എളുപ്പമാക്കി തന്നു. എല്ലാ കാര്യങ്ങളും ദൈവം അങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. ദൈവം ഒരു പ്രശ്നം അനുവദിക്കുന്നതിന് മുമ്പേ അതിന്റെ സൊല്യൂഷൻ വെച്ചിട്ട് ഇന്നലെ രാവിലെ എൻ്റെ കസിൻ ബ്രദറിന്, ആക്ച്വലി എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ ബ്രദറിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന കർത്താവിന് അറിയാം. പുള്ളി ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്കൊക്കെ പോകുന്ന മനുഷ്യനാ. പക്ഷെ അങ്ങനെയുള്ള ഒരു യാത്രയിലല്ല ഉണ്ടായത്. വീട്ടിനകത്ത് വെച്ച് തന്നെ ഉണ്ടായി. ആ സമയത്ത് എന്ത് ചെയ്തു ദൈവം? ഓൾറെഡി അവന്റെ അവന്റെ ബ്രദർ ഇൻ ലോയെ ഓൾറെഡി ആ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുമിച്ച് അവർക്ക് പെട്ടെന്ന് 20 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്യാനും ദൈവം ഇടയാക്കി. അപ്പൊ എങ്ങനെയാ ദൈവം എല്ലാ കാര്യങ്ങളും
ഒരുക്കി വെച്ചിട്ടാണ് നമുക്കൊരു പ്രയാസം. അതുകൊണ്ട് ഒരു പ്രയാസം വരുമ്പോഴേ ആക്ച്വലി നമുക്ക് എക്സൈറ്റഡ് ആവാം. കർത്താവിന് സൊല്യൂഷൻസ് ഞാൻ കാണാൻ പോവാന്നുള്ളത് ഓർത്തിട്ട് കുറച്ച് വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. എൻ്റെ കൂടെ പെട്ടെന്ന് നോക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. നമ്മുടെ കണ്ണുകളെ ദൈവം തുറക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കഷ്ടങ്ങളിൽ എന്നുള്ള കാര്യമാണ്. എബ്രായ ലേഖനം 12-ന്റെ-11. നാം അവന്റെ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രയെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. എന്തൊരു വലിയൊരു കാര്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന. ഈ പ്രയാസങ്ങളിൽ കൂടി പോയി നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ ദൈവം തരുന്ന നീതി എന്ന സമാധാന ഫലം നമ്മൾ കാണും. അടുത്ത പേജ് യാക്കോബ് 1-ന്റെ ജെയിംസ് 1:4, 3-4. വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അത് കണ്ണു തുറക്കുമ്പോൾ ദൈവം, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ദാറ്റ് യു വിൽ ബി മെച്യൂർ. ഈ പ്രയാസം, ദുഃഖകരമായിട്ടുള്ള ഈ കാര്യം കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ദൈവം ഉണ്ടാക്കി തരും. ഇനി അതേ അടുത്ത പേജ് യാക്കോബ് കഴിഞ്ഞ അടുത്തത് 1 പത്രോസ് ആണല്ലോ. 1 പത്രോസ് 1:6-7. 1 പത്രോസ് 1:6-7. അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ, എന്ന് വെച്ചാൽ വളരെയധികം പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ദുഃഖം വരും പക്ഷെ അന്നേരം ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും. നമ്മുടെ പരീക്ഷകളുടെ ഒരു അവസാനം കണ്ടോ? കണ്ണ് ദൈവം തുറക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാ. ഇനി 1 പത്രോസ് 5:10 വായിക്കാം. അടുത്ത പേജ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതായത് അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ. അപ്പം ഇതൊരു ചെറിയ സമയത്തേക്ക് കഷ്ടം നമുക്കുണ്ട്. റോമർ 5:3-5 വായിക്കാം. റോമർ 5:3-5 വരെ. സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കാനാ. 2 കൊരിന്ത്യർ 4:17. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. എന്തെല്ലാം ദൈവത്തിന്റെ വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. എനിക്കത് വായിച്ചിട്ട് വളരെ 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 എൻകറേജ്മെന്റ് ആയിരുന്നു. രാവിലെ ഞാൻ ആക്ച്വലി എൻ്റെ അറിയുന്ന ഒരു പ്രിയ സഹോദരന് ചില വിഷമത്തിൽ കൂടി ഈ ദിവസങ്ങളിൽ കടന്നു പോവാം, ഇന്നലെയൊക്കെ ആയിട്ട്. ആ ദിവസം ഞാൻ വിചാരിച്ചു, ദൈവമേ, അവന്റെ ജീവിതത്തിൽ ഈ വചനങ്ങളൊക്കെ അങ്ങ് നിവൃത്തിയാക്കാൻ പോവാന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇയ്യോബ് 5-ാം അധ്യായം അതിന്റെ 17-18. ജോബ്സ് സോറി 7-8 പിന്നെ 17-18 കൂടെ വായിക്കാം. 7-8. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇതൊരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവ്. എന്നാലും ജിയോ പറയുക കഷ്ടതയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷെ ജിയോ പറയുക ആ കഷ്ടതയിൽ ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാ. അതിന് 17-18. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. എത്ര വലിയ ബ്ലെസ്സഡ് ഭാഗമായത്. 2 കൊരിന്ത്യർ 10 തിരിച്ച് നമുക്കത് അറിയാവുന്ന ഭാഗമാണ്. 2 കൊരിന്ത്യർ 12:9-10 നമുക്കറിയാമല്ലോ. ആ കഷ്ടത നീങ്ങിപ്പോകാനായിട്ട്, അത് എന്നെ വിട്ടു നീങ്ങണതിന് 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. നേരത്തെ എൻ്റെ ശക്തിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ ക്രിസ്തുവിന്റെ ശക്തിയാണ്. ക്രിസ്തുവിന്റെ ശക്തി വന്നാൽ എത്ര മഹത്വകരമാണെന്ന് നമുക്ക് ഓർക്കാം. നമുക്ക് അവസാനം പറയാനുള്ള വാക്യം റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
സകലവും നമ്മുടെ മിസ്റ്റേക്സ് പോലും ദൈവം നന്മയ്ക്കായിട്ട് കൊണ്ടുവരും. എന്തൊരു ദൈവമാണ് ഈ ദൈവം നമുക്കുണ്ട്. ഈ വചനം നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കാം. കർത്താവേ, ആ എലീശായുടെ ദാസന്റെ കണ്ണ് തുറന്നതുപോലെ അങ്ങയുടെ മഹത്വം കാണാൻ, അങ്ങ് എത്ര വലിയവനെന്ന് കാണുവാൻ അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ചിലപ്പോൾ അരാം രാജാവിന്റെ സൈന്യമാണ് ആ ആ അവര് നമ്മളെ അല്ലെങ്കിൽ നമുക്ക് എതിരെ ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും. പക്ഷെ എലീശ പറഞ്ഞതുപോലെ അവർക്ക് തിന്നുവാനും കുടിക്കാനും കൊടുക്കുക. എന്ന് വെച്ചാൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊന്നും ഞാൻ പറയാൻ തുനിയുന്നില്ല. അവർക്ക് തിന്മയും നന്മയും തിന്മയോട് തോൽക്കാതെ എലീശ പ്രവാചകൻ അരാം രാജാവിനെ എൻകറേജ് ചെയ്തു. നന്മയാൽ അവർ തിന്നുവാനും കുടിക്കാനും കൊടുത്തു. അവർ സന്തോഷമായി ഭക്ഷണം കഴിച്ചു. അവർ പോയി പിന്നെ അവർ വന്ന് ഇവരെ ശല്യപ്പെടുത്തുകയേ ഇല്ലാന്ന്. അപ്പൊ നമ്മുടെ ദോഷകരമായുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് ഏത് ഏത് കാര്യമാണ് ദോഷമായിട്ട് വന്നോ അത് ആ സാഹചര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നന്മ ചെയ്യാനായിട്ട്. എത്ര വലിയ ലെസനാ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങൾ പ്രശംസിക്കാം. നൊടി നേരത്തേക്കേ ഉള്ളൂ, ലഘുവായ കഷ്ടമാണ്. ഇതിന്റെ അപ്പുറം വലിയൊരു തേജസ് നമുക്കുണ്ട്. മാത്രമല്ല നമ്മൾ കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോൾ ദുഃഖകരമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ ഏഞ്ചൽസ് നമ്മുടെ ചുറ്റും ഉണ്ട്. ആ ദാസൻ കണ്ണു തുറന്നപ്പോൾ അത് കണ്ടു. ദൈവത്തിന്റെ ഏഞ്ചൽസ് എത്ര വലിയ ധൈര്യം അവന് കിട്ടിക്കാണും. നമ്മുടെ കൂടെ ഉള്ളവർ അവരുടെ കൂടെ ഉള്ളവരെക്കാൾ കൂടുതലല്ലോ എന്ന്. എത്ര വലിയ ആശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തെയും അങ്ങയെയും സഹായിക്കണമേ. അങ്ങയുടെ കൃപ ഞങ്ങൾ ആ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം അത് തേജസ്സിനും മഹത്വത്തിനും അങ്ങയുടെ മഹത്വനുമാക്കി തീർക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വചനം ശ്രദ്ധിക്കാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്.